ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, കഴിഞ്ഞ ദിവസത്തെ ഒരു US സൂചികയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള 9ാമത്തെ സെഷനിലാണ് ഡൗ ജോൺസ് ഇടിവിൽ അവസാനിക്കുന്നത്. അതായത് കഴിഞ്ഞ 1978 ശേഷമുള്ള ലോങ്ങസ്റ്റ് ലൂസിംഗ് സ്ട്രീക്കിനാണ് ഇന്നലെ ഇപ്പോൾ ഡൗ ജോൺസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുകയാണെങ്കിലും ആ ഒരു ഫെഡിൻ്റെ നടപടിക്ക് മുന്നോടിയായിട്ടൊരു കോഷ്യസ് സ്റ്റാൻസ് നിക്ഷേപകർ സ്വീകരിച്ചതായിട്ട് കാണാം. S&P 500ലും സമാനമായിട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ച് താങ്കളുടെ മുൻപോട്ടുള്ളൊരു വിലയിരുത്തൽ എന്താണ്? അമേരിക്കൻ വിപണിയിൽ ഇത്രയും വലിയൊരു സെൽ ഓഫ് നടക്കുന്നുണ്ടെങ്കിലും ലെറ്റ് us put it in context. ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ബോട്ടം 38,499 പോയിന്റിലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മേജർ ബോട്ടം. അതിനുശേഷം കഴിഞ്ഞ 5-6 മാസമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഒത്തിരി നേട്ടം നൽകിയ ഇൻഡെക്സ് ഡൗ ജോൺസ് ഇൻഡെക്സ്. ആൻഡ് നാച്ചുറലി ഇത്രയും വലിയൊരു നേട്ടം നമ്മൾ മാർക്കറ്റിൽ കാണുമ്പോഴേക്കും യൂഷ്വലി യു വിൽ സി പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ ഒരു സെൽ ഓഫ് എന്ന് ഞാൻ ഇതിന് ഒരിക്കലും വിലയിരുത്തത്തില്ല. ദിസ് ഇസ് ഓൺലി എ നോർമൽ കറക്ഷൻ, ഹെൽത്തി കറക്ഷൻ. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്, ഈ ഒരു കറക്ഷൻ നല്ല സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ഒരു അവസരമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ എനിക്ക് കാണാവുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ ഇപ്പോൾ 42,900 പോയിന്റ്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമോന്ന്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. മിന്നാന്നത്തെ ട്രേഡിങ്ങിലായിരുന്നു നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. ആൻഡ് ഇന്നലെ നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഡൗ ജോൺസ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അതിനോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോൾ ഏർലി അവേഴ്സിൽ ഏകദേശം 1% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ജർമ്മനിയിൽ നിന്നും ഒപ്പം തന്നെ ചൈനയിൽ നിന്നും ഒക്കെയുള്ള കണക്കുകൾ അത്ര ആശ്വാസകരമല്ല ക്രൂഡ് വിപണിയെ സംബന്ധിച്ചിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ ഒരു കഴിഞ്ഞൊരു വീക്കിൽ ഏറ്റവും ലോയിലേക്കൊക്കെ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. എന്നാൽ ആ ഒരു വീക്കിലി ലോയിൽ നിന്നും നേരെ തോതിലുള്ളൊരു ഇടിവിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സിന് സാധിച്ചിട്ടുണ്ട്. WTI ക്രൂഡിലേക്ക് എത്തുമ്പോൾ 0.46% ഇടിവിൽ $69.76 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ $73.29 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഒരു ഷോർട്ട് ടേമിന്റെ ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇതേപോലത്തെ കുറച്ച് ആഴ്ചകളായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു കമോഡിറ്റിയ ക്രൂഡ്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ അതേ സൈഡ് വേസ് പാറ്റേൺ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഓർ ഷോർട്ട് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ആദ്യത്തെ $66 ലെവൽ, ദാറ്റ് ഇസ് ഫോർ സപ്പോർട്ട്. ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $71 മുതൽ $74 ലെവൽ. ഗോൾഡിലേക്ക് വരികയാണെങ്കിലും ഗോൾഡിനും നമുക്ക് സമാനമായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. നിലവിൽ ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സ് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. 2662.05 എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $2630. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് അവസരം ലഭിക്കുന്നതായിരിക്കും. ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $2682. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $30 മുതൽ $35 നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം.
യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒരു USD/INR ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി ചോദിക്കുകയാണ്. കാരണം ഫെഡിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ശക്തിപ്പെടുന്ന ഡോളറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു USD/INR ഇന്ത്യൻ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു ഡിവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനാണ് നമുക്ക് രൂപയുടെ കേസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 85 എന്നൊരു നിലയിലേക്ക് വരെ ഡോളറിനെതിരെ രൂപ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ USD/INR സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ആദ്യം തന്നെ ഒരു കറക്ഷൻ. ഇന്നലെ 85 ഇന്ത്യൻ റുപ്പി ഇടിഞ്ഞിട്ടില്ല. ഇന്നലെ ഇന്ത്യൻ റുപ്പിയുടെ ഏറ്റവും കുറഞ്ഞ വില വാസ് 84 രൂപ 90 ബട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പി അഗേൻസ്റ്റ് അമേരിക്കൻ ഡോളർ പഠിക്കുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയോ 10 ദിവസത്തോ ഡിപ്രിസിയേഷൻ അല്ല നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ കാണാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഇന്ത്യൻ റുപ്പി വീക്കനിങ് ആരംഭിച്ചത്. അന്നത്തെ ലോവസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയാവുന്നത് 83 രൂപ 43 ആയിരുന്നു. അതിനുശേഷമായിരുന്നു ഗ്രാജുവലായിട്ട് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ ഡിപ്രിസിയേഷൻ കാണാൻ സാധിക്കുന്നത്. ട്രംപിന്റെ ഇലക്ഷൻ വിക്ടറിയെ തുടർന്നായിരുന്നു പെട്ടെന്ന് വീണ്ടും ഒരു വീക്ക്നെസ് കണ്ടു തുടങ്ങിയത്. ആൻഡ് ആ ഒരു വീക്ക്നെസ് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഇന്ത്യൻ റുപ്പിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടും കാണാൻ സാധിക്കുന്നില്ല. സോ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പിക്ക് വീണ്ടും ഒരു വീക്ക്നെസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ്, ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഏകദേശം 300-ലധികം പോയിന്റ്സിൻ്റെ ഇടിവിലായിരുന്നു നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 24,400 എന്നൊരു ലെവൽ കൂടി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ 24,336 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഇന്നലത്തെ ഒരു ഇടിവോട് കൂടി നിഫ്റ്റി 50യിലെ ട്രെൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ടോ, അതോ അതിനോടൊപ്പം തന്നെ അതൊരു സാധാരണ ഒരു ഹെൽത്തി കറക്ഷൻ മാത്രമാണോ? നിഫ്റ്റി 50യിൽ മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇന്നൊരു ലോ റിസ്ക് ബൈയിങ് ഹൗസ് നിഫ്റ്റി 50യിൽ ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാര്യം എന്തെന്നാൽ നിഫ്റ്റി 50 24,820 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനുള്ള ചാൻസസ് വളരെ കുറവായിട്ട് അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നത്. ആസ് സപ്പോർട്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 24,140. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വരും സെഷൻസിൽ നമുക്ക് ലോ റിസ്ക് ബൈയിങ് ഹൗസിന് തീർച്ചയായിട്ടും ലഭിക്കും. യെസ്, നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഏകദേശം 746 പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52,834.8 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹെവി വെയ്റ്റ്സ് ആണെങ്കിലും മിഡ് ക്യാപ് സൈസിലുള്ള സൂചികകളാണെങ്കിലും 12 ഓഹരികളും ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലെ മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 52,200 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് 52,000 പോയിന്റിലായിരിക്കും. ബട്ട് നമുക്ക് ഒരു ബുള്ളിഷ് ട്രിഗർ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നിന്ന് ലഭിക്കണമെങ്കിൽ 53,700 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. എഗെയിൻ നിഫ്റ്റി 50യെ പോലെ തന്നെ ഇന്ന് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിട്ട് കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോൾ പ്രധാനമായിട്ടും ഹ്യൂണ്ടായി മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ ഒരു പക്ഷേ ഏറ്റവും അധികം നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തൊരു സെഗ്മെൻറ്റ്സിൽ ഒന്ന് ഓട്ടോ സൂചികയാണ്. ഓട്ടോ സൂചികയിൽ ആ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും ഹ്യൂണ്ടായിയെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് ടോൺ നിലനിർത്താൻ സാധിച്ചിരുന്നു. തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് ടോൺ നിലനിർത്തിയെങ്കിലും പിന്നീട് നേരിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു. എന്നാൽ ഒരു 3 മണിയോട് കൂടി ട്രേഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു ഇടിവിൽ നിന്ന് വീണ്ടും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.38% നേരിയൊരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ്. ഹ്യൂണ്ടായി മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹ്യൂണ്ടായി മോട്ടോഴ്സിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അടുത്ത കാലത്തായിരുന്നു ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് പാറ്റേൺ ഇത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 1840. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ
ഈ സ്റ്റോക്കിൽ 40 മുതൽ 60 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 1755 രൂപയിൽ. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ PG ഇലക്ട്രോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും രാജൻ മാത്യു എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% ഇടിവിലാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റിലെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിൽ ഇതൊരു ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ ഓട്ടോ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലാദ്യമായിട്ട് മാരുതിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇന്നലെ 1.7% ഇടിവിൽ 11,085 രൂപ എന്നൊരു നിലയിലാണ് മാരുതിയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാരുതിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മാരുതിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുകയാണ്. ബട്ട് മാരുതിയുടെ കേസ് എടുക്കുമ്പോഴേക്കും 10,700 ലെവലിൽ ഒരു മേജർ സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 11,500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് 12,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം ഒലയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ ഒലയുടെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. ഒലയിലുള്ള ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉണ്ടായ പോലെ തന്നെ ഓല ഇലക്ട്രിക്കലും അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി സെൽ ഓഫ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു ഓല ഇലക്ട്രിക്. എങ്കിൽ പോലും നവംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്കിലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. കൈവശം ലോങ് പൊസിഷൻ ആണെങ്കിൽ 90 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലും ബിസിനസ് പ്ലാൻസിലും ഒക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 102 രൂപ, അതിനുശേഷം 107, അതിനുശേഷം 112. ഒപ്പം ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 755 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 825 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 980 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ലാസ്റ്റായിട്ട് ഓട്ടോ സെഗ്മെന്റിൽ നിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കേസ് എടുക്കുമ്പോഴേക്കും മാരുതി ആൻഡ് ടാറ്റ മോട്ടോഴ്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആൻഡ് ബുള്ളിഷ് അണ്ടർടോൺ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് M&M. അറ്റ് ദ മൊമെന്റ് M&Mന്റെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2,920 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 3,162 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഏതായാലും ഒരു പ്രേക്ഷകൻ പ്രിൻസ് പൈപ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജോസഫ് എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ് ലിമിറ്റഡ് ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പ്രിൻസ് പൈപ്പിന്റെ കേസിൽ കഴിഞ്ഞ സെപ്റ്റംബർ എന്ന് പറയുമ്പോഴേക്കും സെപ്റ്റംബർ 2023 മുതൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടമിംഗ് ഔട്ടിന്റെ ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 418 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡും ചെയ്യുക. ഒരു പ്രേക്ഷകൻ ഭാരതി എയർടെലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജയകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3.5% ഇടിവിലായിരുന്നു എയർടെൽ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഭാരതി എയർടെലിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഈ 2 സെഷൻസിൽ നമ്മൾ ഈ കണ്ടിരിക്കുന്ന സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1560 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോണെ സംബന്ധിച്ചിട്ട് ഇന്നലെ ആ ഒരു ഇടിവിൽ പോലും ഒരു അപ്പർ സെക്യൂരിറ്റിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 4.99% നേട്ടത്തിൽ 69.67 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഈ സുസ്ലോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 66 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 71 രൂപ 20 പൈസ, 73 രൂപ, 74 രൂപ 50 പൈസ. ഒപ്പം വാരി എനർജീസുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. മിഥുൻ എന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.25% ഒരു ഇടിവിലായിരുന്നു വാരി എനർജീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വാരി എനർജീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വാരി എനർജി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 3440 രൂപയിലായിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ അടുത്ത 2 മേജർ സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 3000 രൂപ, അതിനുശേഷം 2960, 2920. ലെറ്റ് ദ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ. അതിനുശേഷം പുതിയ ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ റിലയൻസ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു ഈ ഹെവി വെയിറ്റ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസിൽ ഇല്ലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി റിലയൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1215 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 1340 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. NHPCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ജെയ്സൺ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു NHPCയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. NHPCയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NHPCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 82 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 88 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 92, അതിനുശേഷം 96 ആയിരിക്കും. 96 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ചില പ്രേക്ഷകർ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും GRSC, അതിനോടൊപ്പം തന്നെ മെസഗോൺ ഡോക്ക് എന്നീ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഓഹരികളിലുമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? 2 സ്റ്റോക്സിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ഗാർഡൻ റീച്ചിന്റെ കേസിൽ ഒരു മേജർ സപ്പോർട്ട് 1680, അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1825 മുകളിൽ ക്ലോസ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1910, അതിനുശേഷം 2000 രൂപയിലും ആയിരിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസിൽ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു നമുക്കൊരു ക്ലോസിംഗ് ഈ സ്റ്റോക്ക് നൽകിയത്. അറ്റ് ദ മൊമെന്റ് ഇതിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന കറന്റ് ലെവൽസിൽ ഹൗവർ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5600 രൂപ,
അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള അറൌണ്ട് 5,900 റുപ്പീസ് ആയിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ ജയരാജ് എന്ന പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRB ഇൻഫ്ര ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRB ഇൻഫ്രയിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IRBയുടെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 55 രൂപ 50 പൈസയിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 61 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 65, അതിന് ശേഷം 69 രൂപയിലും ആയിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ ടെക്സ്മാക്കോ റെയിലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. സതീഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.8% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനായിട്ട് ടെക്സ്മാക്കോയ്ക്ക് സാധിച്ചിരുന്നു. ടെക്സ്മാക്കോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടെക്സ്മാക്കോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലത്തെ ട്രേഡിങ്ങിൽ കണ്ട ഒരു പ്രോബ്ലം, ഇത് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിരുന്നു, ബട്ട് ആ നേട്ടം ഒന്നും തന്നെ ഇതിന് നിലനിർത്താൻ സാധിച്ചില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 240 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 225 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്, അതിനോടൊപ്പം തന്നെ ഉമ എന്ന പ്രേക്ഷക രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. RCF ഇന്നലെ 4.19% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. RCF മാത്രമല്ല, പ്രധാനപ്പെട്ടുള്ള പല ഫെർട്ടിലൈസർ ഓഹരികളിലും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിരുന്നു. RCFിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ RCFിന്റെ കേസിൽ വലിയൊരു കറക്ഷൻ ആയിരുന്നു കഴിഞ്ഞ 3-4 മാസത്തിനിടെ നടന്നത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു ബുള്ളിഷ് ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിലും പുതിയ സ്റ്റോക്സ് ബൈ ചെയ്യാം. ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 170 രൂപയിൽ, ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 190 പരാതി ഫോസ്ഫേറ്റിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു നമുക്ക് നൽകിയത്. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 120 രൂപ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 105 രൂപ. FACTയുടെ കേസ് എടുക്കുമ്പോഴേക്കും FACTയിലും നമുക്ക് ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു, ബട്ട് അൺലൈക്ക് RCF ഇതിനൊരു പോസിറ്റീവ് ക്ലോസ് നൽകാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഇതിലും നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 970 രൂപ. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 1085 രൂപ. ഒന്നിലധികം പ്രേക്ഷകർ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ഓഹരികളുമായി സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലാദ്യമായിട്ട് ടാറ്റ പവറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1% ഇടിവിലായിരുന്നു ടാറ്റ പവർ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ പവറിലുള്ളൊരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ റിലയൻസ് പവറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. സമാനമായിട്ട് ഇടിവിലാണ് റിലയൻസ് പവറിൻ്റെ ഓഹരികളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ പവറിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 418 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. റിലയൻസ് പവറിന്റെ കേസിൽ നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്നലെയും സംസാരിച്ചിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്നുണ്ട്. ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് റിലയൻസ് പവർ. ഇതിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 40 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പവർ സെക്ടറിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ആക്ച്വലി ഇറ്റ് ഇസ് CSCയുടെ കേസിൽ നവംബർ മാസത്തിന് ശേഷം നമുക്ക് ഒരു നല്ല റിക്കവറി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങും നടന്നിട്ടുണ്ട്. സോ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 184 രൂപ
ആൻഡ് ഇതിൻ്റെ ഒരു ബയ്യിങ് ട്രിഗർ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് 193 രൂപയിൽ. 193 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇതിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 200-ഉം 212-ലും ആയിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് മിസ് ഔട്ടായി പോയിട്ടുണ്ട്. സമയപരിമിതി മൂലമാണ് അത് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിക്ഷേപകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടിയതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ബ്രോക്കറേജ് കോളുകളും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.